ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ടോപ്പിക് നമ്പർ 5 ദഹന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ദഹന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇന്ന് പഠിക്കുന്ന ലെസൺ എന്ന് പറയുന്നത് 7th സ്റ്റാൻഡേർഡ് ഓൾഡ് SCERT അന്നപദത്തിലൂടെ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അന്നപദത്തിലൂടെ 4th ചാപ്റ്റർ ആണ്. ഓക്കെ, 7th സ്റ്റാൻഡേർഡ് ഓൾഡ് SCERT 4th ലെസൺ അന്നപദത്തിലൂടെ. അപ്പൊ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ദഹന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം പോഷണത്തെ കുറിച്ചാണ് പറയുന്നത്, ന്യൂട്രീഷൻ. ഓക്കെ, എല്ലാ ജീവികൾക്കും ആഹാരം ആവശ്യമാണ്. ആഹാരം സമ്പാദിക്കുന്ന രീതിയും ഓരോ ജീവിയിലും വ്യത്യസ്തമാണ്. ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നതിനെയാണ് പോഷണം അല്ലെങ്കിൽ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ജീവികൾ ആഹാരം സ്വീകരിക്കുകയും അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നതിനെയാണ് പോഷണം അല്ലെങ്കിൽ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി നമുക്കോട് തന്നിരിക്കുന്ന പോയിന്റ് കണ്ടോ, പ്രകാശ സംശ്ലേഷണം. നമ്മൾ കഴിഞ്ഞ ഒരു ടോപ്പിക്കായിട്ട് പഠിച്ചത് പ്രകാശ സംശ്ലേഷണമായിരുന്നു. പ്രകാശ സംശ്ലേഷണം നടക്കുന്നതിന് എന്തെല്ലാം ഘടകങ്ങളാണ് ആവശ്യം? എന്തൊക്കെയാണ് നമുക്കറിയാം. എന്തൊക്കെയാ? കാർബൺ ഡയോക്സൈഡ് വേണം അല്ലേ? കാർബൺ ഡയോക്സൈഡ് വേണം, സൂര്യപ്രകാശം വേണം, ഹരിതകം വേണം, വാട്ടർ വേണം. ഇതെല്ലാം ചേർന്നിട്ടാണ് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിലാണ് എന്ത് നടക്കുന്നത്? പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകം ഏതാണ് സ്വീകരിക്കുക? കാർബൺ ഡയോക്സൈഡ് ആണ് സ്വീകരിക്കുക. കാർബൺ ഡയോക്സൈഡ് സ്വീകരിച്ചിട്ട് ഓക്സിജൻ പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത് അല്ലെ? ഇനി എന്താ പറയുന്നത്? സ്വപോഷികളെ കുറിച്ചാണ്. സ്വപോഷികളും പരപോഷികളും. നോക്കാം, പേരിൽ നിന്ന് തന്നെ നമുക്ക് ലഭ്യമാകും അതിന്റെ ആൻസർ എന്താണെന്നുള്ളത് അല്ലെ? സ്വപോഷികൾ എന്ന് പറയുമ്പോൾ എന്താണ്? സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നവ എന്ന് പറയുമ്പോൾ ഹരിത സസ്യങ്ങളാണ്. ഹരിത സസ്യങ്ങൾ ആഹാരത്തിന് മറ്റു ജീവികളെ ആശ്രയിക്കുന്നില്ല. ഇവ സ്വയം ആഹാരം നിർമ്മിക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ അവയെ സ്വപോഷികൾ അല്ലെങ്കിൽ ഓട്ടോട്രോപ്സ് എന്ന് പറയുന്നു. എന്നാൽ സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയാത്ത ജീവികൾ ആഹാരത്തിന് വേണ്ടിയിട്ട് മറ്റു ജീവികളെ ആശ്രയിക്കുന്നു. അതിനാൽ അവയെ പരപോഷികൾ അല്ലെങ്കിൽ ഹെട്രോട്രോപ്സ് എന്ന് പറയും. ഹെട്രോട്രോപ്സും ഓട്ടോട്രോപ്സും ആണ് നമ്മൾ പഠിച്ചത്. സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നവ സ്വപോഷികൾ അല്ലെങ്കിൽ ഓട്ടോട്രോപ്സ്. ഇനി സ്വന്തമായി ആഹാരം നിർമ്മിക്കാൻ കഴിയാത്ത ജീവികൾ എന്ത് ചെയ്യും? ആഹാരത്തിന് വേണ്ടിയിട്ട് മറ്റുള്ള ജീവികളെ ഡിപ്പെൻഡ് ചെയ്യും. അവയെയാണ് എന്ത് പറയുന്നത്? പരപോഷികൾ അല്ലെങ്കിൽ ഹെട്രോട്രോപ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി ആഹാരത്തിന് വേണ്ടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു മോണോട്രോപ്പ, ചന്ദനം, ഇത്തിൾ ചെടി ഒക്കെ തന്നിട്ടുണ്ടേ. അപ്പൊ ഈ മോണോട്രോപ്പ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എന്താണ്? ശവോപജീവിയാണ് നമ്മൾ പഠിച്ചു അല്ലേ? കഴിഞ്ഞ ചെറിയ ക്ലാസ്സിൽ പഠിച്ചില്ലേ? ജീർണിച്ച ജൈവ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഇത് ആഹാരം കണ്ടെത്തുന്നത്. മോണോട്രോപ്പ ജീർണിച്ച ജൈവ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ആഹാരം കണ്ടെത്തുന്നത് നമ്മൾ പഠിച്ചു. ഇനി നോക്കിയേ, ഇവിടെ പൂർണ്ണപരാതം, അർദ്ധപരാതം, ശവോപജീവി എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ മോണോട്രോപ്പ ഏതിൽ വരും? ശവോപജീവി അല്ലെങ്കിൽ സാപ്രോഫൈറ്റിൽ വരും കേട്ടോ. ഇനി അടുത്തത് പൂർണ്ണപരാതം. പൂർണ്ണപരാതം എന്ന് പറഞ്ഞാൽ എന്താണ്? ആഹാരത്തിന് വേണ്ടിയിട്ട് അത് സ്ഥിതി ചെയ്യുന്ന സസ്യത്തെ ആശ്രയിക്കുകയാണ്, പൂർണ്ണമായിട്ടും ആശ്രയിക്കുകയാണ്. അത് സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുകയല്ല ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത്? അത് ആഹാരത്തിന് വേണ്ടിയിട്ട് ആ ഒരു ഹോസ്റ്റിനെ ആശ്രയിക്കുകയാണ് അല്ലെ? മൂടില്ലാത്ത ആളി എന്ന് പറയുമ്പോൾ ആ ചെടി പടർന്നു കയറിയിരിക്കുന്നത് ഏതിലാണോ ആ ഒരു സസ്യത്തിൽ നിന്ന് ആഹാരം അങ്ങനെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അർദ്ധപരാതം എന്ന് പറയുമ്പോൾ എന്താണ്? ഇത്തിൾ ചെടിയാണ് എക്സാമ്പിൾ തന്നിരിക്കുന്നത്. ഇത്തിൾ ചെടി, അതുപോലെ ചന്ദനം, അതൊക്കെ എന്താ ചെയ്യുന്നത്? ജലത്തിനും ലവണത്തിനും വേണ്ടിയിട്ട് അത് എവിടെയാണോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഹോസ്റ്റിൽ നിന്ന് എന്ത് ചെയ്യും? ജലവും ലവണങ്ങളും ഒക്കെ വലിച്ചെടുക്കും അല്ലെ? എന്നിട്ട് സ്വന്തമായിട്ട് അവർ ആഹാരം പ്രിപ്പയർ ചെയ്യും. അപ്പൊ വളർച്ചയുടെ ആരംഭഘട്ടത്തിൽ മറ്റു ചെടികളുടെ വേരിൽ നിന്ന് ജലവും ലവണവും കണ്ടെത്തുന്ന സസ്യമാണ് അർദ്ധപരാതം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അർദ്ധപരാതത്തിന് എക്സാമ്പിൾ ആണ് ചന്ദനം, അതുപോലെ ഇത്തിൾ കണ്ണി, അതൊക്കെ എന്താണ്? അർദ്ധപരാതത്തിന് എക്സാമ്പിൾ ആണ്. വളർച്ചയുടെ ആരംഭഘട്ടത്തിൽ മറ്റു ചെടികളുടെ വേരുകളിൽ നിന്ന് ലവണവും ജലവും ഒക്കെ കണ്ടെത്തുന്ന സസ്യമാണ് അർദ്ധപരാതം. എക്സാമ്പിൾ ആണ് നമ്മുടെ ചന്ദനം. ഓക്കെ, ഇനി അടുത്തൊരു ഭാഗത്തേക്ക് നമുക്ക് വരാം. അപ്പൊ പൂർണ്ണപരാതം എന്താണ്? അർദ്ധപരാതം എന്താണ്? അതുപോലെ തന്നെ ശവോപജീവികൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പൊ ശവോപജീവികൾക്കാണ് മോണോട്രോപ്പ, കൂണ് ഒക്കെ ഉദാഹരണം പറഞ്ഞത്. പിന്നെ ശവോപജീവികൾ അല്ലെ? ശവോപജീവികൾ. ഇനി മൂടില്ലാത്ത ആളി എന്ന് പറയുമ്പോൾ പൂർണ്ണപരാതമാണ്. അതുപോലെ ചന്ദനവും ഇത്തിൾക്കണ്ണിയൊക്കെ എന്താണ്? അതെല്ലാം അർദ്ധപരാതങ്ങൾക്ക് എക്സാമ്പിൾ ആണ്. ഇനി അകത്തും പുറത്തും എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. കണ്ടോ, പേൻ, വിര, ചെള്ള്, അതൊക്കെ എന്താണ്? പേന്, ചെള്ള് എന്നിവ ബാഹ്യപരാതങ്ങളാണ്. എന്നാൽ വിര
ആന്തരപരാതമാണ്. ഇവിടെ തന്നിരിക്കുന്നുണ്ട് 6 മാസത്തിലൊരിക്കൽ വിരശല്യത്തിനെതിരായിട്ടുള്ള മരുന്ന് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ, നമ്മൾ സ്കൂളുകളിലൊക്കെ വിതരണം ചെയ്യാറില്ലേ. ഓക്കെ, അപ്പൊ ആന്തരപരാതത്തിന് ഉദാഹരണമാണ് വിര എന്ന് പറയുന്നത്. ഇനി സസ്യലോകത്തെ ഇരപിടിയന്മാർ എന്ന് പറഞ്ഞൊരു ഭാഗം തന്നിരിക്കുന്നുണ്ടോ, അവിടെ നല്ലൊരു ഇമേജ് ഒക്കെ തന്നിട്ടുണ്ട്. എന്താണ്? വീനസ് ഫ്ലൈ ട്രാപ്പ്, സൺ ഡ്യൂ ചെടി, പിച്ചർ ചെടിയൊക്കെ എന്ത് തന്നിട്ടുണ്ട്, എക്സാമ്പിൾ ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഇരപിടിയൻ സസ്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇരപിടിയൻ സസ്യങ്ങൾ അല്ലെങ്കിൽ ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ്. ഓക്കെ, പ്രാണികളെ പിടിക്കുന്നത് കൊണ്ടാണ് ഈ പേര് അവയ്ക്ക് വന്നത്. ഓക്കെ, പ്രാണികളെ പിടിക്കുന്നത് കൊണ്ടാണ് ഈ പേര് അവയ്ക്ക് വന്നത്. ഈ സസ്യങ്ങളിലും പ്രകാശ സംശ്ലേഷണം നടക്കുന്നുണ്ട്. പിന്നെ എന്തിനാ അവരങ്ങനെ ഇര പിടിക്കുന്നത്? അതായത് കാർബൺ, ഹൈഡ്രജൻ, ഫോസ്ഫറസ്, നൈട്രജൻ, സൾഫർ, കാൽസ്യം, ഇരുമ്പ് തുടങ്ങിയവ സസ്യങ്ങൾക്ക് കൂടിയ അളവിൽ ആവശ്യമായിട്ടുള്ള മൂലകമാണ്. അപ്പൊ മണ്ണിലെ ബാക്ടീരിയകളായിട്ടുള്ള അസറ്റോബാക്ടറും നൈട്രോബാക്ടറും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്? അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്നത്. അപ്പൊ ചിലതരം മണ്ണിൽ ആസിഡിന്റെ അംശം കൂടുന്നത് കൊണ്ടും മറ്റും ഈ ബാക്ടീരിയകൾ ഇല്ലാതെ വരും. ഏത് ബാക്ടീരിയ? അസറ്റോബാക്ടറും നൈട്രോബാക്ടറും. അതായത് അന്തരീക്ഷത്തിലെ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്ന ബാക്ടീരിയകളുടെ അഭാവം ചില മണ്ണുകളിൽ ഉണ്ടാകാം. അപ്പൊ ഇത്തരം മണ്ണുകളിൽ വളരുന്ന ചെടികൾക്ക് നൈട്രജൻ ലഭിക്കില്ല. അപ്പൊ ഈ ഒരു സ്ഥിതി മറികടക്കാൻ വേണ്ടിയിട്ട് ചില ചെടികൾ എന്ത് ചെയ്യും? പ്രാണികളെ പിടിക്കുന്ന കഴിവ് ആർജിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് PYQ ആണ് കേട്ടോ. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ചെടികൾ ഇൻസെക്റ്റിനെ പിടിക്കുന്നത് എന്നുള്ളത്? എന്തിന്റെ അഭാവം കൊണ്ടാണ്? നൈട്രജന്റെ. കേട്ടോ, മണ്ണിൽ നൈട്രജന്റെ അഭാവം ഉള്ളത് കൊണ്ടാണ് ഇത്തരം ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് ഇൻസെക്റ്റിനെ പിടിക്കുന്നതായിട്ട് പറയുന്നത്. അപ്പൊ പ്രാണികളുടെ ശരീരം വിഘടിച്ച് ഇവ ആവശ്യമായിട്ടുള്ള നൈട്രജൻ സ്വീകരിക്കുകയാണ് ചെയ്യുക. ഇവർ പിടിച്ച ആ ഒരു പ്രാണികളുടെ ശരീരം വിഘടിപ്പിച്ച് അവർക്ക് ആവശ്യമുള്ള, ചെടികൾക്ക് ആവശ്യമുള്ള നൈട്രജൻ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇരപിടിയൻ സസ്യങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? വീനസ് ഫ്ലൈ ട്രാപ്പ്, പിന്നെന്താണ്? സൺ ഡ്യൂ ചെടി, പിന്നെ പിച്ചർ ചെടി കേട്ടോ. നെപ്പന്തസ് എന്നൊക്കെ പറയും തോന്നുന്നു ഈ പിച്ചർ ചെടിക്ക്. അങ്ങനെ കേട്ടിട്ടുള്ളതായിട്ട് ഞാൻ ഓർക്കുന്നു. അപ്പോൾ ഇരപിടിയൻ സസ്യങ്ങൾ നമ്മൾ പറഞ്ഞു, പ്രാണികളെ പിടിക്കുന്ന സസ്യങ്ങളെയാണ് ഇരപിടിയൻ സസ്യങ്ങൾ എന്ന് പറയുന്നത്. മണ്ണിലെ നൈട്രജന്റെ അഭാവം മറികടക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത്. ഇനി ആഹാരം മനുഷ്യനിൽ എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് വരാലോ. ജീവൽ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ഊർജം ലഭിക്കുന്നത് ആഹാരത്തിൽ നിന്നാണ്. ആവശ്യമായിട്ടുള്ള ഊർജം ലഭിക്കുന്നത് ആഹാരത്തിൽ നിന്നാണ്. വായിൽ വെച്ചാണ് ദഹനം, അല്ലെ? ആഹാരത്തിന്റെ ദഹനം ആരംഭിക്കുന്നത് വായിൽ വെച്ചാണ്. ഇതിന് ഉമിനീരിൽ അടങ്ങിയ ദഹനരസം സഹായിക്കുന്നുണ്ട്. ഉമിനീരിൽ അടങ്ങിയിട്ടുള്ള ദഹനരസത്തിന്റെ സഹായത്തോട് കൂടിയിട്ട് ആഹാരത്തിന്റെ ദഹനം ആരംഭിക്കുന്നത് വായിൽ വെച്ചിട്ടാണ്. ഇനി പല്ല്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയയിലോട്ടാണ് വന്നേക്കുന്നത്. നല്ലൊരു പുഴുപ്പല്ല് കാണുന്നുണ്ട് അല്ലെ? ദന്തക്ഷയത്തെ കുറിച്ച് നമുക്ക് നോക്കാം. പല്ലിന്റെ ഏറ്റവും ഉപരിതല പാളിയാണ് ഇനാമൽ. ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥമാണ് ഇനാമൽ. കാൽസ്യം സംയുക്തമായിട്ടുള്ള ഇനാമലും ആസിഡുമായി പ്രവർത്തിച്ചിട്ട് എന്ത് ചെയ്യും? അതിന്റെ കട്ടി, ആ ഒരു ഇനാമൽ തേഞ്ഞ് ഇല്ലാതാവുകയെ. അപ്പോൾ അങ്ങനെയാണ് പല്ലിന് ക്ഷയം സംഭവിക്കുന്നത്, ടൂത്ത് ഡീക്കേ അല്ലെങ്കിൽ ദന്തക്ഷയം സംഭവിക്കുന്നത്. എന്താണ് നോക്കിയാൽ നമ്മുടെ ഇനാമൽ, ആ ഒരു ഇനാമലിനെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ എന്താണ്, മാർബിള് ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുന്ന പോലെ നമ്മുടെ ഈ കാൽസ്യം കമ്പോണന്റ് ആയിട്ടുള്ള ഇനാമലും ആസിഡുമായിട്ട് പ്രവർത്തിച്ചിട്ട് ദന്തക്ഷയം സംഭവിക്കും. മനസ്സിലായോ? അപ്പൊ എങ്ങനെയാണ് പല്ലിൽ ആസിഡ് കലരുന്നതെന്ന് നോക്കാം. പല്ലുകൾക്കിടയിൽ ആഹാര അവശിഷ്ടങ്ങളൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുമ്പോഴേ ബാക്ടീരിയകൾ അതിൽ നിന്ന് പോഷണം നടത്തും. ഇതിന്റെ ഫലമായിട്ട് നമ്മുടെ വായുടെ ഉള്ളിൽ ലാക്ടിക് ആസിഡ് ഫോം ചെയ്യും. ഈ ആസിഡ് ഇനാമലിന്റെ നാശത്തിന് കാരണമാകുന്നു. അപ്പോൾ ഇനാമലിന്റെ നാശത്തിന് കാരണമായിട്ടുള്ള ആസിഡ് ഏതാണ്? ലാക്ടിക് ആസിഡ് ആണ്. ഓക്കെ, മധുരമുള്ള ആഹാര വസ്തുക്കൾ ബാക്ടീരിയകളുടെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ രാത്രിയിലൊക്കെ കിടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും ബ്രഷ് ചെയ്തിട്ട് തന്നെ വേണം കിടക്കാൻ, പ്രത്യേകിച്ച് കുട്ടികളിൽ എന്നൊക്കെ പറയാനുള്ള കാരണം ഇതാണ്. പല്ലുകൾക്കിടയിൽ ആഹാര അവശിഷ്ടങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കുമ്പോൾ ബാക്ടീരിയകളിൽ എന്ത് ചെയ്യും? അവിടെ പ്രവർത്തനം നടത്തും. പ്രത്യേകിച്ച് മധുരപലഹാരങ്ങളൊക്കെ ആണെങ്കിൽ അവരുടെ പ്രവർത്തനം അത് ത്വരിതപ്പെടും, ബാക്ടീരിയയുടെ പ്രവർത്തനം ത്വരിതപ്പെടും. അതിന്റെ ഫലമായിട്ട് ലാക്ടിക് ആസിഡ് ഫോം ചെയ്യും, ഇനാമലിന്റെ നാശത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ക്ലിയർ ആയല്ലോ? അപ്പൊ ആഹാരം കഴിച്ച ഉടനെ എന്ത് ചെയ്യണം? വായ വൃത്തിയാക്കണം. ഇനി പാൽപ്പല്ലുകളെ കുറിച്ചാണ് പറയുന്നത്. പാൽപ്പല്ലുകൾ എന്താണ്? പാൽപ്പല്ലുകൾ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളിൽ ഉണ്ടാവുന്ന പല്ലുകളാണ് അല്ലെ? ഏകദേശം 6 മാസം പ്രായമാവുന്നത് മുതൽ പല്ല് മുളയ്ക്കാനായിട്ട് തുടങ്ങും. എന്നിട്ടോ ഈ പല്ലുകളെയാണ് പാൽപ്പല്ലുകൾ എന്ന് പറയുന്നത്.
മുകളിലും താഴെയുമായിട്ട് 10 വീതം പാൽപ്പല്ലുകളാണ് ഉള്ളത്. അപ്പൊ പാൽപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? 20 പാൽപ്പല്ലാണ് ടോട്ടലായിട്ട് ഉണ്ടാവുന്നത്. 6 വയസ്സ് മുതൽ പാൽപ്പല്ലുകൾ ഓരോന്നായിട്ട് കൊഴിയാനായിട്ട് തുടങ്ങും. 6 മാസം മുതൽ 6 months to 6 years ആണ് ഈ ഒരു പാൽപ്പല്ല് നമ്മുടെ വായിൽ നിലനിൽക്കുക അല്ലെ. 6 മാസം മുതൽ മുളച്ചു തുടങ്ങും, 6 വയസ്സ് മുതൽ അത് കൊഴിഞ്ഞും തുടങ്ങും. അങ്ങനെ ടോട്ടൽ 20 പാൽപ്പല്ലുകളാണ് നമ്മുടെ വായിൽ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നമ്മുടെ വായിൽ ഉണ്ടാവുന്നത്. 6 മാസം പ്രായമാകുമ്പോൾ മുതൽ പല്ല് മുളയ്ക്കാനായിട്ട് തുടങ്ങും. ഈ പല്ലുകളെയാണ് പാൽപ്പല്ലുകൾ അല്ലെങ്കിൽ മിൽക്ക് ടീത്ത് എന്നറിയപ്പെടുന്നത്. മുകളിലും താഴെയുമായിട്ട് 10 വീതം പാൽപ്പല്ലുകളാണ് ഉണ്ടാവുക. 6 വയസ്സ് മുതൽ പാൽപ്പല്ലുകൾ ഓരോന്നായിട്ട് കൊഴിഞ്ഞു തുടങ്ങും. പിന്നീട് വരും അല്ലെ, പിന്നീട് പല്ലുകൾ വരും. ഈ പൊഴിഞ്ഞു പോയിട്ട് പിന്നീട് വരുന്ന പല്ലുകളെയാണ് സ്ഥിരദന്തങ്ങൾ എന്ന് പറയുന്നത്. ഇവ പൊട്ടിപ്പോവുകയോ പറഞ്ഞു പോവുകയോ ഒക്കെ ചെയ്താൽ ആ സ്ഥാനത്ത് പുതിയ പല്ല് ഉണ്ടാവുകയില്ല. അപ്പൊ ഏറ്റവും അവസാനം ഉണ്ടാകുന്നത് അറ്റത്തുള്ള അണപ്പല്ലുകളാണ് അല്ലെ. ഏറ്റവും അവസാനം നമ്മുടെ വായുടെ അറ്റത്തുള്ള അണപ്പല്ലുകളാണല്ലോ ഫോം ചെയ്യുന്നത്. ഇനി പല്ലിന്റെ ഒരു സ്ട്രക്ചർ അവിടെ തന്നിട്ടുണ്ട്. എന്താണ്? ഇനാമൽ. ഏറ്റവും മുകളിൽ കാണുന്ന ഒരു കട്ടിയേറിയിട്ടുള്ള അല്ലെ പല്ലിന്റെ ഉപരിതല പാളിയാണ് ഇനാമൽ എന്ന് പറയുന്നത്. പിന്നെ മോണയ്ക്ക് മുകളിൽ ഒരു ക്രൗൺ ഭാഗം, പല്ലിന്റെ ഒരു ക്രൗൺ ഭാഗമാണ് തന്നിട്ടുള്ളത്. പിന്നെ മോണയ്ക്ക് താഴേക്കുള്ള ഭാഗവും തന്നിട്ടുണ്ട്. കണ്ടല്ലോ. ഇനി ഇതാ വായ്ക്കകത്ത് നമ്മുടെ സ്ഥിരദന്തങ്ങൾ വന്നു കഴിയുമ്പോൾ അവയെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ചർവണകം. ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ചർവണകം. അതായത് 14 വയസ്സുള്ള ഒരു കുട്ടിയുടെ ദന്തനിരയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ മൊത്തമായിട്ട് എല്ലാ പല്ലുകളും അവിടെ ഉണ്ടാവുമോ? ഇല്ല അല്ലെ. അപ്പൊ 14 വയസ്സുള്ള ഒരു കുട്ടിയുടെ ദന്തനിരയാണ് തന്നിരിക്കുന്നത്. അപ്പൊ അതിൽ ഏതൊക്കെയാണ്? ചർവണക ഏതാണ്, അഗ്രചർവണക ഏതാണ്, ഉളിപ്പല്ല്, കോമ്പല്ല് ഒക്കെ തന്നിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ. അപ്പൊ നമുക്ക് ആദ്യം ഒരു കോഡ് പഠിക്കാം. ആദ്യം ഒരു കോഡ് പഠിച്ചിട്ട് നമുക്ക് ആ പല്ലിന്റെ എണ്ണവും ഒക്കെ നോക്കാം. അപ്പൊ ഏറ്റവും ആദ്യം കോഡ് ഇവിടെ എഴുതുകയാണേ. 10 പ്രാവശ്യം പറയുമ്പോൾ കിട്ടും കേട്ടോ. ഉക്കോ, അഗ്ര ചർവണകം. ഇതാണ് നമ്മുടെ കോഡ്. ഉക്കോ, അഗ്ര ചർവണകം. ഒന്നുമില്ല. ഉ എന്ന് പറയുമ്പോൾ ഉളിപ്പല്ല്, കോ കോമ്പല്ല്, അഗ്ര ചർവണകം, ചർവണകം. ഈ ഒരു ഓർഡറിൽ അത് ഓർത്തിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഉക്കോ, അഗ്ര ചർവണകം എന്നാണ് നമ്മുടെ പല്ല് പഠിക്കാനുള്ള നമ്മുടെ കോഡ് കേട്ടോ. അപ്പൊ ഈ ഉക്കോ ചർവണകം എന്ന് പറയുമ്പോൾ അതിന്റെ എണ്ണം കൂടി പഠിക്കണ്ടേ? 8, 4, 8, 12 എന്ന് പഠിക്കാം. 8, 4, 8, 12. ഉക്കോ, അഗ്ര ചർവണകം 8, 4, 8, 12. ആ രീതിയിൽ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. അപ്പൊ ടോട്ടൽ എത്ര പല്ലായി? 12, 8, 20, 28, 28, 28, 4, 32 പല്ലുകളുടെ അറേഞ്ച്മെന്റ് ആണ് ഈ തന്നിട്ടുള്ളത്. ഉക്കോ, അഗ്ര ചർവണകം. ഈ ഒരു രീതിയിൽ പഠിക്കാം കേട്ടോ. അപ്പൊ ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്ര ചർവണകം, ചർവണകം എന്ന രീതിയിൽ. ഇനി ഉളിപ്പല്ലുകളുടെ എണ്ണം അതാണ് നമ്മൾ ഈ 8 എഴുതിയിരിക്കുന്നത്. മുകളിലും താഴെയുമായിട്ട് ഉളിപ്പല്ലുകൾ 8, കോമ്പല്ലുകൾ 4, അഗ്രചർവണകം മുകളിലും താഴെയുമായിട്ട് 8, ചർവണകം മുകളിലും താഴെയായിട്ട് 12. ഉക്കോ, അഗ്ര ചർവണകം 8, 4, 8, 12. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ആ ഒരു പല്ലിന്റെ ഓർഡർ പഠിച്ചു. പിന്നെ ഓരോ പല്ലും എത്ര വീതം ഉണ്ടെന്നുള്ളതും പഠിച്ചു. 8, 4, 8, 12. ഇനി ഉളിപ്പല്ല്. ഉളിപ്പല്ല് എന്ന് പറയുമ്പോൾ ആഹാരം കടിച്ചു മുറിക്കാനാണ് കേട്ടോ. കടിച്ചു മുറിക്കാനാണ് എന്തുപയോഗിക്കുന്നത്? ഉളിപ്പല്ല് ഉപയോഗിക്കുന്നത്. കടിച്ച് മുറിക്കാൻ. ഇനി കോമ്പല്ലാണെങ്കിലോ? കോമ്പല്ല് എന്തിനാ ഉപയോഗിക്കുന്നത്? കോമ്പല്ല് ആഹാരം കടിച്ച് കീറാനാണ്. കടിച്ച് കീറാൻ. ഇനി അഗ്രചർവണകവും ചർവണകവും സഹായിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ചവച്ചരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ചവച്ചരയ്ക്കാനാണ് സഹായിക്കുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെയും കൂടി ഓർക്കുക. മുറിച്ച് കീറി ചവച്ചരയ്ക്കും. എങ്ങനെയാണ്? മുറിച്ച് കീറി ചവച്ചരയ്ക്കും. ആ ഓർഡറിൽ അങ്ങ് പഠിച്ചു വെച്ചേക്കാം. അപ്പൊ നമ്മൾ എന്തൊക്കെയാ കോഡിലൂടെ പഠിച്ച? പല്ല് കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞു കേട്ടോ. ഉക്കോ, അഗ്രചർവണകം, ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ചർവണകം 8, 4, 8, 12. മുറിച്ച് കീറി ചവച്ചരയ്ക്കുന്നു. അപ്പൊ അതിന്റെ ഓരോ പല്ലിന്റെയും എന്തിനു വേണ്ടിയിട്ടാണ് ആ പല്ലുകൾ എന്നുള്ളത് പഠിച്ചു അല്ലെ. അപ്പോ എന്തിനു വേണ്ടിയിട്ടാ? ഉളിപ്പല്ല് എന്ന് പറയുമ്പോൾ മുറിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, കടിച്ചു മുറിക്കാൻ വേണ്ടിയിട്ടാ. കോമ്പല്ല് കടിച്ചു കീറാൻ വേണ്ടിയിട്ടാണ്. അഗ്രചർവണകവും ചർവണകവും ചവച്ചരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഭക്ഷണം ചവച്ചരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ ആയല്ലോ? പിന്നെ ഈ ഭാഗം ഒന്ന് റബ്ബ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. ഇനി ഉളിപ്പല്ല്. ഉളിപ്പല്ല് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഉളിപ്പല്ല് എന്ന് പറയുമ്പോൾ മുൻവശത്ത് താഴെയും മുകളിലുമായിട്ട് 8
ഉളിപ്പല്ലുകളാണ് ഉള്ളത് അല്ലെ, 8, 4, 8, 12. അപ്പൊ ഉളിപ്പല്ല് 8, ഉളിപ്പല്ല് 8 പിന്നെ ഉളിപ്പല്ല് കോമ്പല്ല് 4 അഗ്രചർവണകം 8, 4, 8, 12 നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പൊ ഉളിപ്പല്ല് എന്ന് പറയുന്നത് കടിച്ചു മുറിക്കാനാണ്, കോമ്പല്ല് കടിച്ചു കീറാനാണ്, ചർവണകവും അഗ്രചർവണകവും ചവച്ചരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും കിട്ടിയല്ലോ. ഉളിപ്പല്ല് മുൻവശത്ത് താഴെയും മുകളിലുമായിട്ട് 8 ഉളിപ്പല്ലുകൾക്ക് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായി 4 കോമ്പല്ലുകൾ. പിന്നെ അഗ്രചർവണം എന്ന് പറയുമ്പോൾ കോമ്പലിന് സമീപം ഇരുവശത്തുമായിട്ട് 8. പിന്നെ ചർവണകം എന്ന് പറയുമ്പോൾ മുകളിലും താഴെയുമായി 12 പല്ലുകൾ. അപ്പൊ ഇതൊന്നും ഓർക്കണ്ട, നമ്മൾ പറഞ്ഞ കോഡ് മാത്രം ഓർക്കുക. ഉക്കോ അഗ്രചർവണകം 8, 4, 8, 12 മുറിച്ചു കീറി ചവച്ചരയ്ക്കുക. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് മാംസാഹാരികളിൽ ആഹാരം കടിച്ചു കീറാൻ പാകത്തിനുള്ള പല്ല് ഏതാ നമ്മൾ പറഞ്ഞ മുറിച്ച് കീറുക. അപ്പൊ ഏതാണ്? കീറുക എന്ന വാക്ക് വന്ന് എവിടെയാണ്? കോമ്പല്ലാണ്. അപ്പൊ മാംസാഹാരികളിലാണ് എന്ത് ചെയ്യുന്നത്? ആഹാരം കടിച്ചു കീറാൻ പാകത്തിലുള്ള കോമ്പല്ലുകൾ കാണുന്നത്. സസ്യാഹാരികളിൽ കടിച്ചു മുറിക്കാനും ചവച്ചരയ്ക്കാനും സഹായകമായിട്ടുള്ള പല്ലുകളാണ് ഇത്. ഓക്കെ, ഇപ്പോ വായിൽ നിന്ന് ദഹനം ആരംഭിച്ച് ആഹാരം അന്നനാളം വഴി ആമാശയത്തിൽ എത്തിയിരിക്കുകയാണേ. അപ്പോൾ ഈ ആമാശയത്തിലേക്ക് എത്തുന്നത് അന്നനാളം വഴിയാന്ന് നമ്മൾ പറഞ്ഞു. അന്നനാളത്തിന് ഏകദേശം 25 സെന്റിമീറ്റർ ആണ് അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. അന്നനാളത്തിൽ ഒരു തരംഗ രൂപത്തിലുള്ള ചലനം നടക്കുന്നുണ്ട്, പെരിസ്റ്റാൾസിസ്. ഈ പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് വഴിയാണ് എന്ത് ചെയ്യുന്നത്? അന്നനാളത്തിലെ തരംഗ രൂപത്തിലുള്ള ഈ ഒരു ചലനം കാരണം എന്ത് ചെയ്യുന്നു? ആമാശയത്തിൽ വെച്ചിട്ട് ആഹാരം കുഴമ്പ് രൂപത്തിലാവും. ഈ കുഴമ്പ് രൂപത്തിലായിട്ടുള്ള ആഹാരത്തിനെയാണ് കൈം എന്ന് പറയുന്നത്. ഈ കൈമിനെ കുറിച്ചും അതിന്റെ pH വാല്യൂവും ഒക്കെ നമുക്ക് 9th സ്റ്റാൻഡേർഡിൽ പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഈ പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് കാരണം എന്ത് ചെയ്യുന്നു? ആമാശയത്തിൽ വെച്ചിട്ട് ആഹാരം കുഴമ്പ് രൂപത്തിൽ ആയി മാറുകയാണ്. ആമാശയഭിത്തിയുടെ ചലന മൂലം ആ ഒരു ചലനത്തെ നമുക്ക് എന്ത് പറയാം? പെരിസ്റ്റാൾസിസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ആമാശയഭിത്തിയുടെ ചലനം മൂലം ആമാശയത്തിൽ വെച്ചിട്ട് ആഹാരം കുഴമ്പ് രൂപത്തിലാവുന്നു. ഈ ആമാശയം ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസങ്ങള് ആഹാരത്തെ രാസീയമായിട്ടും കെമിക്കലായിട്ടും ഡൈജസ്റ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലോ? വായിൽ വെച്ചിട്ട് ദഹനം ആരംഭിച്ചിട്ടേ ഉള്ളൂ, അതുവഴി അന്നനാളം വഴി സ്റ്റൊമക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ആ ഒരു സ്റ്റൊമക്കിൽ ഉണ്ടാവുന്ന ഡൈജസ്റ്റീവ് എൻസൈംസ് ഒക്കെ ആഹാരത്തെ രാസീയമായിട്ടും ദഹിപ്പിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ആമാശയ ഭിത്തിയുടെ തരംഗ രൂപത്തിലുള്ള ചലനവും എന്ത് ചെയ്യുന്നുണ്ട്? ആമാശയത്തിൽ വെച്ചിട്ട് ആഹാരം ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് കാരണമാവുന്നുണ്ട്. അങ്ങനെ ഡൈജസ്റ്റ് ആയിട്ടുള്ള അതിനെ ഇപ്പൊ നമ്മൾ കൈം എന്നാണ് പേരിട്ടിരിക്കുന്നത്. മനസ്സിലായോ? ഇനി അത് ചെറുകുടലിലേക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് വരികയാണ്. ചെറുകുടലിന് ഏകദേശം 6 മീറ്റർ ആണ് നീളം. ഇവിടെ വെച്ചിട്ട് ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാവുകയാണ് ചെയ്യുന്നത്. ആഹാരത്തിന്റെ ദഹനം ആരംഭിക്കുന്നത് വായിൽ വെച്ചിട്ടും ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്നത് ചെറുകുടലിൽ വെച്ചിട്ടുമാണ്. മനസ്സിലായോ? ചെറുകുടലിൽ വെച്ചിട്ട് ആഹാരത്തിന്റെ ആ ഒരു ഡൈജഷൻ പൂർത്തിയാവുന്നു. ദഹിച്ച ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടാനായിട്ട് തുടങ്ങുകയാണ്. ദഹിച്ച ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് ചെറുകുടലിൽ വെച്ചിട്ടാണ്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് വൻകുടലിനെ കുറിച്ചാണ്. വൻകുടൽ എന്ന് പറയുമ്പോൾ ചെറുകുടലിനെ തുടർന്ന് 1.5 മീറ്ററോളം നീളമുള്ള, അതായത് നമ്മൾ ചെറുകുടലിന്റെ നീളം 6 മീറ്റർ ആണെന്ന് പറഞ്ഞു. ചെറുകുടലിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന പാർട്ടാണ് വൻകുടൽ അല്ലെങ്കിൽ ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത്. അതിന് ഏകദേശം 1.5 മീറ്റർ ആണ് നീളം. അപ്പൊ ചെറുകുടലിനേക്കാളും വണ്ണം കൂടിയ കുടലാണ് വൻകുടൽ. ധാതു ലവണങ്ങൾ അടങ്ങിയ ജലത്തിന്റെ ആഗിരണം നടക്കുന്നത് വൻകുടലിൽ വെച്ചാണ്. മനസ്സിലായോ? ദഹിച്ച ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് ചെറുകുടലിൽ വെച്ചിട്ടാണെങ്കിൽ ധാതു ലവണങ്ങൾ അടങ്ങിയ ജലത്തിന്റെ ആഗിരണം നടക്കുന്നത് വൻകുടലിൽ വെച്ചിട്ടാണ്. ക്ലിയർ ആയല്ലോ? അതിനുശേഷം അവശേഷിക്കുന്നതാണ് മലം. ഇത് മലാശയത്തിൽ സംഭരിച്ച് മലദ്വാരം വഴി പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ദഹന വ്യവസ്ഥയെക്കുറിച്ച് തന്നിട്ടുണ്ട്. ഓക്കെ, ദഹന വ്യവസ്ഥയെക്കുറിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ദഹന വ്യവസ്ഥ എന്ന് പറയുമ്പോൾ അതായത് ഇവിടെ ഓരോ ആനിമൽസിന്റെയും ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ് തന്നിരിക്കുന്നത്. അതായത് സ്മോൾ ഓർഗാനിസത്തിൽ നിന്ന് ലാർജ് ഓർഗാനിസത്തിലേക്ക് വരുമ്പോൾ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റവും എന്ത് ചെയ്യുന്നത്? കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടാണ് വരുന്നത്. ക്ലിയർ ആയോ? അത് നമുക്ക് ഈ ഇമേജ് നോക്കുമ്പോൾ തന്നെ അറിയാനായിട്ട് സാധിക്കും. ഇവിടെ ദഹന വ്യവസ്ഥയും മദ്യപാനവും എന്ന് പറഞ്ഞൊരു ടേബിൾ തന്നിട്ടുണ്ട്. നോക്കാം എന്താണ് ദഹന വ്യവസ്ഥയും മദ്യപാനവും. മദ്യം ആമാശയത്തിലെ മൃദുലമായ പാളികളിൽ വ്രണമുണ്ടാക്കുന്നു. ഇത് അൾസറിന് കാരണമാകുന്നു. കൂടാതെ അമിതമായ മദ്യപാനം കരൾ വീക്കത്തിനും കാരണമാകുന്നുണ്ട്. വായ്, അന്നനാളം, കരൾ, വൻകുടൽ എന്നിവിടങ്ങളിൽ ക്യാൻസർ ഉണ്ടാവാൻ മദ്യം കാരണമാകുന്നു. വായ, അന്നനാളം, കരൾ, വൻകുടൽ എന്നിവിടങ്ങളിൽ ക്യാൻസർ ഉണ്ടാകാനും മദ്യം കാരണമാകുന്നുണ്ട്. ഇനി അടുത്തത് പോഷണം അമീബയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡ് നോക്കാം. പോഷണം അമീബയിൽ. നമുക്ക് ചുറ്റും
എത്ര തരം ജീവികളാണുള്ളത് അല്ലേ? എല്ലാ ജീവികളും അവയുടെ പരിസരത്ത് നിന്ന് ആഹാരം സ്വീകരിക്കുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് ഏകകോശ ജീവിയായിട്ടുള്ള അമീബയിലെ പോഷണ പ്രക്രിയയാണ് നമുക്കിവിടെ ചിത്രത്തിൽ തന്നിരിക്കുന്നത്. അതെങ്ങനെയാണ് ആഹാരം സ്വീകരിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആഹാരം സ്വീകരിക്കുന്നു, ശേഷം അത് ദഹിപ്പിക്കുന്നു, അത് ആഗിരണം ചെയ്യുന്നു, അതിന്റെ വിസർജനം എന്താണ്, ഇതൊക്കെയാണ് ചിത്രീകരണത്തിൽ തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് അമീബയിലെ പോഷണ പ്രക്രിയ എന്നുള്ളത്. അമീബയിലെ പോഷണ പ്രക്രിയകൾ വിവിധ ഘട്ടങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു. 1 ആഹാര സ്വീകരണം, 2 ദഹനം, 3 ആഗിരണം, 4 വിസർജനം. ഇതാണ് പോഷണ പ്രക്രിയ എന്ന് പറയുന്നത്. ഓക്കെ, പോഷണ പ്രക്രിയയിലെ ഘട്ടങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. പോഷണ പ്രക്രിയയിലെ ആദ്യ ഘട്ടമാണ് ആഹാര സ്വീകരണം അല്ലെങ്കിൽ ഇൻജക്ഷൻ. ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന ജൈവ ഘടകങ്ങളെ ശരീരത്തിന് സ്വീകരിക്കാൻ കഴിയുന്ന ലളിത ഘടകങ്ങളാക്കുന്ന പ്രക്രിയയാണ് ദഹനം. ആഹാര സ്വീകരണം കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റെപ്പാണ് ദഹനം. അപ്പോൾ ഈ ആഹാരത്തിൽ അടങ്ങിയിട്ടുള്ള ജൈവ ഘടകങ്ങളെ ശരീരത്തിന് സ്വീകരിക്കാൻ കഴിയുന്ന ലളിത ഘടകങ്ങളാക്കുന്ന പ്രക്രിയ, അതിനെയാണ് ഡൈജഷൻ അല്ലെങ്കിൽ ദഹനം എന്ന് പറയുന്നത്. ഇനി ദഹിച്ച ആഹാരം എന്ത് ചെയ്യണം? ശരീരം സ്വീകരിക്കണം. അങ്ങനെ ശരീരം സ്വീകരിക്കുന്ന ആ ഒരു പ്രക്രിയയാണ് ആഗിരണം അല്ലെങ്കിൽ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ആഗിരണം ചെയ്യപ്പെട്ട ആഹാര ഘടകങ്ങൾ ശരീരത്തിന്റെ ഭാഗമാകണമല്ലോ. ആ പ്രക്രിയയാണ് സ്വാംശീകരണം അല്ലെങ്കിൽ അസിമിലേഷൻ എന്ന് പറയുന്നത്. ശാരീരിക പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടുണ്ടാവുന്ന ശരീരത്തിന് ആവശ്യമില്ലാത്തതായിട്ടുള്ള വസ്തുക്കളുണ്ട്, വേസ്റ്റ്. അപ്പൊ ഈ വേസ്റ്റ് പുറന്തള്ളുന്ന പ്രക്രിയയാണ് വിസർജനം അല്ലെങ്കിൽ എക്സ്ക്രീഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ സ്വാംശീകരണം എന്നൊരു ഘട്ടം കൂടി നമ്മൾ ചേർത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഫസ്റ്റ് ആഹാര സ്വീകരണം. ആദ്യം ആഹാര സ്വീകരണം നടക്കും. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പാണ് ദഹനം. ആഹാര സ്വീകരണം, ദഹനം. മൂന്നാമത്തെ സ്റ്റെപ്പ് ആഗിരണം. നാലാമത്തെ സ്റ്റെപ്പ് സ്വാംശീകരണം. അഞ്ചാമത്തെ സ്റ്റെപ്പ് വിസർജനം. അപ്പൊ ഈ ഒരു ഓർഡർ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അത് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വെക്കണം. ഈ ഒരു ഓർഡർ നമ്മൾ പഠിക്കണം. ഓർഡർ ഒന്നുകൂടി നോക്കാം. ആഹാര സ്വീകരണം, ദഹനം, ആഗിരണം, സ്വാംശീകരണം, വിസർജനം. ഇതാണ് ആ ഒരു ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മൾ ആഹാരം സ്വീകരിക്കുന്നത് തൊട്ട് വിസർജനം വരെയുള്ള കാര്യങ്ങൾ ഏത് രീതിയിലാണ് പോകുന്നത്, അല്ലെങ്കിൽ പോഷണ പ്രക്രിയയിലെ ഘടകങ്ങളുടെ ഓർഡർ ഏതാണ് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ആഹാര സ്വീകരണം, 2 ദഹനം, 3 ആഗിരണം, 4 സ്വാംശീകരണം, 5 വിസർജനം. ഇനി മാലിന്യം ഇനി ഒരു ചിത്രീകരണം തന്നിരിക്കുകയാണ് രക്തവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ഏതെല്ലാം ഘടകങ്ങളാണ് രക്തത്തിൽ എത്തുന്നത്? 1 ശ്വാസകോശത്തിൽ നിന്ന് ഓക്സിജൻ എത്തുന്നുണ്ട്. കോശങ്ങളിൽ നിന്ന് കാർബൺ ഡയോക്സൈഡും രക്തത്തിലേക്ക് എത്തുന്നുണ്ട്. അതുപോലെ കരളിൽ നിന്ന് യൂറിയ വരുന്നുണ്ട്. ചെറുകുടലിൽ നിന്ന് പോഷക ഘടകങ്ങൾ വരുന്നുണ്ട്. ഇവയിൽ ഏതൊക്കെ ഘടകങ്ങളാണ് ശരീരത്തിന് ആവശ്യമുള്ളത്? ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത് ഏതൊക്കെയാണ്? ശ്വാസകോശത്തിൽ നിന്ന് ഓക്സിജൻ ആവശ്യമുള്ളതാണല്ലോ. ഓക്കെ, അപ്പൊ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതാണ് ശ്വാസകോശത്തിൽ നിന്ന് രക്തത്തിലേക്ക് വരുന്ന ഓക്സിജൻ എന്ന് പറയുന്നത്. കൂടാതെ തന്നെ ചെറുകുടലിൽ നിന്ന് പോഷക ഘടകങ്ങൾ, ചെറുകുടലിൽ നിന്ന് രക്തത്തിലേക്ക് എത്തുന്ന പോഷക ഘടകങ്ങൾ, അത് രണ്ടും നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതാണ്. എന്നാൽ കരളിൽ നിന്നെത്തുന്ന യൂറിയ അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്തതാണ്, പുറന്തള്ളേണ്ടതാണ് അല്ലേ. പിന്നെ അതുപോലെ കോശത്തിൽ നിന്ന് വരുന്ന കാർബൺ ഡയോക്സൈഡ് അതും പുറന്തള്ളേണ്ടതാണ്. അപ്പൊ ആവശ്യമില്ലാത്തവ എന്ത് ചെയ്യും? ഇത് ശരീരം പുറന്തള്ളും. അപ്പൊ കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുന്നത് എങ്ങനെയാണ്? ശ്വസനത്തിലൂടെയാണ് പുറന്തള്ളുന്നത്. രക്തത്തിലെത്തുന്ന യൂറിയ ശരീരത്തിന് ആവശ്യമില്ലാത്ത മറ്റൊരു ഘടകമാണ്. അത് പുറന്തള്ളുന്നത് എങ്ങനെയാണെന്നാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇനി വൃക്കയുടെ ഒരു ഇമേജ് നമുക്ക് തന്നിട്ടുണ്ട്. വൃക്കയിലേക്ക് വരുന്ന രക്തക്കുഴൽ എന്ന് പറയുമ്പം രക്തവും കൂടിയ അളവിൽ യൂറിയ, ജലം, മറ്റ് ഘടകങ്ങൾ എന്നിവയും അടങ്ങിയ രക്തമാണ് വൃക്കയിലേക്ക് വരുന്ന രക്തക്കുഴൽ. ഇനി വൃക്കയിൽ നിന്ന് പോകുന്ന രക്തക്കുഴൽ എങ്ങനെയാണ്? രക്തവും കുറഞ്ഞ അളവിൽ ജലവും യൂറിയ, മറ്റ് ഘടകങ്ങൾ എന്നിവയുള്ള രക്തമാണ് വൃക്കയിൽ നിന്ന് പോകുന്നത്. വൃക്കയിലേക്ക് വരുന്നത് എങ്ങനെയാണ്? രക്തവും കൂടിയ അളവിൽ യൂറിയയും ജലവും മറ്റ് ഘടകങ്ങളൊക്കെ അടങ്ങിയതാണ്. എന്നിട്ട് വൃക്കയിൽ നിന്ന് തിരിച്ചു പോകുന്ന രക്തക്കുഴൽ ഏത് രീതിയിലാണുള്ളത്? രക്തവും കുറഞ്ഞ അളവിൽ ജലവും യൂറിയ, മറ്റ് ഘടകങ്ങൾ എന്നിവ അടങ്ങിയതാണ്. വൃക്കയിൽ നടക്കുന്ന കുറെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് കൂടിയ അളവിൽ ഉണ്ടായിരുന്ന യൂറിയ കുറഞ്ഞ അളവിലായിരിക്കും വൃക്കയിൽ നിന്ന് തിരിച്ചു പോകുന്ന രക്തത്തിൽ ഉണ്ടാവുന്നത്. അതുപോലെ ജലത്തിന്റെ അളവാണെങ്കിലും വൃക്കയിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ അതിൽ ജലത്തിന്റെ അളവും കുറവായിരിക്കും. മനസ്സിലായോ? ഇനി നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് വരാം. നോക്കിക്കോളൂ. വൃക്കയുടെ ധർമ്മം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനൊരു ഉത്തരവാണ് വേനൽക്കാലത്ത് ത്വക്കിലൂടെ കൂടുതൽ ജലാംശം പുറത്തു പോകുന്നുണ്ട് അല്ലെ.
വേനൽക്കാലത്ത് നമുക്ക് നന്നായിട്ട് വിയർക്കും, അതായത് ത്വക്കിലൂടെ കൂടുതൽ ജലാംശം പുറത്തു പോകും. അപ്പോൾ മൂത്രത്തിൽ ജലാംശത്തിന്റെ അളവ് കുറവും ലവണാംശം കൂടുതലുമായിരിക്കും. അപ്പോൾ മൂത്രത്തിന് ഒരു കൂടിയ മഞ്ഞ നിറം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ വേനൽക്കാലം ആകുമ്പോൾ നമ്മുടെ ത്വക്കിലൂടെ അമിതമായി വിയർപ്പ് നഷ്ടപ്പെടും അല്ലെ, കമ്പയർഡ് ടു റെയിനി സീസൺ. അപ്പൊ നമ്മുടെ മൂത്രത്തില് ജലാംശത്തിന്റെ അളവ് കുറവും ലവണത്തിന്റെ അളവ് കൂടുതലും ആയിരിക്കും. മൂത്രത്തിന് പൊതുവെ വേനൽക്കാലത്ത് ഒരു മഞ്ഞ കളറായിരിക്കും. ഇനി വൃക്കയെ കുറിച്ച് പറയുമ്പോൾ, വൃക്ക എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിസർജന അവയവമാണ് വൃക്ക. രക്തത്തിൽ നിന്ന് യൂറിയ, അതുപോലെ അധികമുള്ള ജലം, ലവണങ്ങൾ എന്നിവയൊക്കെ അരിച്ചു മാറ്റിയിട്ട് മൂത്രരൂപത്തിൽ പുറന്തള്ളുക എന്നുള്ളതാണ് വൃക്കയുടെ ഡ്യൂട്ടി. ഈ പ്രവർത്തനം സുഗമമാക്കുന്നതിന് കുട്ടികൾ ദിവസം 1.5 ലിറ്ററും മുതിർന്നവർ 3 ലിറ്ററും വെള്ളമെങ്കിലും കുടിക്കണം. ഓക്കെ, മൂത്രത്തിൽ 96% എന്താണ്? ജലമാണ്. അപ്പൊ വൃക്ക എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ഒരു അരിപ്പയാണ് അല്ലെ. രക്തത്തിൽ നിന്ന് യൂറിയ, അധികമുള്ള ജലം, ലവണങ്ങൾ എന്നിവയൊക്കെ അരിച്ചു മാറ്റി മൂത്രത്തിന്റെ രൂപത്തിൽ പുറന്തള്ളുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്തതായിട്ടുള്ള കാര്യങ്ങളെല്ലാം മൂത്രത്തിന്റെ രൂപത്തിൽ പുറന്തള്ളുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പ്രവർത്തനം സുഗമമായിട്ട് നടക്കണമെങ്കിൽ കുട്ടികളിൽ 1.5 ലിറ്റർ വെള്ളം ഡെയിലി കുടിക്കണം. അതുപോലെ മുതിർന്നവരാണെങ്കിൽ അവർ 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം. 3 ലിറ്റർ വെള്ളമെങ്കിലും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിൽ എത്ര പേരുണ്ട് 3 ലിറ്റർ വെള്ളം ഡെയിലി കുടിക്കുന്നവര്? ഇനി മൂത്രത്തില് 96% എന്താണ്? ജലമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി വിസർജനം ത്വക്കിലൂടെയും നോക്കാം. വിയർപ്പ് ഗ്രന്ഥികളെ കുറിച്ചൊക്കെയാണ് ഇവിടെ പറയുന്നത്. യഥാസമയം മൂത്രമൊഴിക്കാതിരിക്കുക, ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുക, ശുചിത്വം പാലിക്കാതിരിക്കുക തുടങ്ങിയവ മൂത്രാശയ രോഗങ്ങൾക്ക് കാരണങ്ങൾക്ക് വേണ്ടി ഒരു ഇൻഫർമേഷൻ പറഞ്ഞിരിക്കുകയാണ് അല്ലേ. ഇനി വിയർപ്പിനെ കുറിച്ച് നോക്കാം. ത്വക്കിലെ വിയർപ്പ് ഗ്രന്ഥികളാണ് വിയർപ്പുണ്ടാക്കുന്നത്. ശരീരത്തിൽ അധികമുള്ള ജലവും ലവണങ്ങളും വിയർപ്പിലൂടെ പുറത്തു പോകുന്നു. നമ്മുടെ ശരീരത്തിന്റെ താപനില ക്രമീകരിച്ചു നിർത്താൻ വിയർപ്പ് സഹായിക്കുന്നു. നമ്മുടെ ശരീരം വിയർക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ശരീരത്തിന്റെ താപനില ക്രമീകരിക്കുക. ഒരു കാരണം അതാണ്. അതുപോലെ ശരീരത്തിൽ അധികമുള്ള ജലവും ലവണങ്ങളും ഒക്കെ എന്ത് ചെയ്യും? വിയർപ്പിലൂടെ പുറത്തു പോവുകയും ചെയ്യും. അമിതമായി ജലവും ലവണങ്ങളും ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് നിർജ്ജലീകരണം. ഓക്കെ, ഡീഹൈഡ്രേഷൻ. അമിതമായിട്ട് ജലവും ലവണവും എന്താണ് ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന അവസ്ഥ, അതിനെയാണ് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ത്വക്കിലെ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയാണ് വിയർപ്പും മാലിന്യങ്ങളും ഒക്കെ പുറത്തു വരുന്നത്. അവ ത്വക്കിൽ അടിഞ്ഞു കിടക്കും. അതുകൊണ്ട് ത്വക്ക് എപ്പോഴും വൃത്തിയാക്കി സൂക്ഷിക്കണം. പിന്നെ വിസർജനം സസ്യങ്ങളിലും എന്ന് പറഞ്ഞൊരു പോയിന്റ് തന്നിട്ടുണ്ട് കണ്ടോ. ഇവിടെ ജന്തു ശരീരത്തിലേത് എന്ന പോലെ സസ്യ ശരീരത്തിലും മാലിന്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അവ പുറത്തു കളയാൻ സസ്യങ്ങൾ സ്വീകരിക്കുന്ന മാർഗങ്ങൾ കണ്ടോ, എന്തൊക്കെയാണ്? കണ്ടോ, തൊലി ഇളക്കി കളയുന്ന വൃക്ഷങ്ങളുണ്ട്, നമ്മുടെ പേര പോലെയൊക്കെ ഉള്ളത് അല്ലേ. പിന്നെ ഇവിടെ മറ്റൊരു വൃക്ഷം കറ പുറത്തേക്ക് കളയുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. കാണ്ഡത്തിൽ നിന്ന് പൊട്ടിയൊഴുകുന്ന കറകളിലൂടെ മാലിന്യം പുറത്തു കളയുന്നു. ഇനി അതുപോലെ കണ്ടോ, മാലിന്യം തൊലിയിൽ സംഭരിച്ചു വെക്കുകയും അവ പിന്നീട് അടർന്നു പോവുകയും ചെയ്യുന്നുണ്ട്. ഇനി ആഹാരവും ശുചിത്വവും എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം തന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒന്നുമില്ല, എങ്കിലും നമുക്കൊന്ന് വായിക്കാം. ശരീരത്തിനകത്തെത്തുന്ന ആഹാരം എങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു എന്നും പുറന്തള്ളപ്പെടുന്നു എന്നുമാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. ദഹന വ്യവസ്ഥയിലെ അവയവങ്ങളും വൃക്ക, ത്വക്ക് തുടങ്ങിയ വിസർജന അവയവങ്ങളുടെയും സുഗമമായ പ്രവർത്തനങ്ങൾക്ക് ശരിയായ ആഹാരശീലങ്ങൾ പാലിക്കേണ്ടതുണ്ട്. നമുക്ക് ഈ വൃക്കയെ കുറിച്ചൊക്കെ 9th സ്റ്റാൻഡേർഡിൽ കൂടുതലായിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് കൂടുതലായിട്ട് ഐഡിയാസ് കിട്ടുവേ. ഇടയ്ക്കിടയ്ക്ക് ആഹാരം കഴിക്കുക, ആവശ്യത്തിലധികം ആഹാരം കഴിക്കുക, ആവശ്യത്തിന് കഴിക്കാതിരിക്കുക, പച്ചക്കറികളും ഇലക്കറികളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താതിരിക്കുക, ഇങ്ങനെയുള്ള ശീലങ്ങളൊക്കെ ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. അപ്പൊ നല്ല ആരോഗ്യശീലങ്ങൾ, നല്ല ആഹാരശീലങ്ങൾ, നല്ല ശുചിത്വ ശീലങ്ങൾ എന്നിവയെല്ലാം നമ്മൾ പാലിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഈ ചാപ്റ്റർ നമുക്കിവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തൊരു ചാപ്റ്ററിലേക്ക് വരാം. ഇനി നമുക്ക് ന്യൂ SCERT 7th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 5 മനുഷ്യ ശരീരം ഒരു വിസ്മയം, ദഹനവും ശ്വസനവും. ഈ ദഹനത്തെക്കുറിച്ചും ശ്വസനത്തെക്കുറിച്ചുമാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. അപ്പൊ നമുക്ക് ദഹന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് അടുത്ത് പഠിക്കാനുള്ളത് ഈ ഒരു ചാപ്റ്ററാണ് കേട്ടോ. ഇത് ന്യൂ SCERT ആണ്. മനുഷ്യ ശരീരം ഒരു വിസ്മയം. നോക്കാം നമുക്ക് ഇവിടെ ഈ ഭാഗത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടതെന്ന്. അപ്പൊ ഇവിടെ എല്ലാ ജീവികൾക്കും ആഹാരം ആവശ്യമാണ്. ആഹാരവും ആഹാരം സമ്പാദിക്കുന്ന രീതിയും ഓരോ ജീവിയിലും വ്യത്യസ്തമാണ്. ഇളം പുല്ല് തിന്നുന്ന മുയലുകൾ, നെൽക്കതിർ കൊത്തിപ്പറക്കുന്ന തത്തകൾ, എലിയെ വിഴുങ്ങുന്ന പാമ്പ്,
വൃക്ഷത്തിന്റെ മുകളിലുള്ള തേനീച്ചക്കൂട്ടത്തിൽ നിന്ന് തേൻ കുടിക്കുന്ന കരടി, അങ്ങനെ എത്ര എത്ര കാഴ്ചകളാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ ചുറ്റുപാടുമുള്ള നിരവധി ജീവികളുടെ ആഹാരവും ആഹാര സമ്പാദന രീതികളും ഒക്കെ നിരീക്ഷിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ജീവികളും അവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആഹാരവും ഒരു ബോക്സ് തന്നിരിക്കുകയാണ്. ഇത് കുട്ടികൾക്കുള്ള ആക്ടിവിറ്റിയാണ്, നമുക്കിതൊന്നും ആവശ്യമില്ല അല്ലേ. ഇനി നമുക്ക് വേണ്ട ഭാഗത്തേക്ക് വരാം. ഇവിടെ സസ്യാഹാരികള്, മാംസാഹാരികള്, മിശ്രാഹാരികള് എന്നിങ്ങനെ തരംതിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം സസ്യാഹാരങ്ങൾ മാത്രം കഴിക്കുന്നവർ ഹെർബിവോറ്, പിന്നെന്താണ് മാംസാഹാരികളുണ്ട് അല്ലേ, മാംസം മാത്രം കഴിക്കുന്നവർ കാർണിവോറ്, പിന്നെ സസ്യാഹാരവും അതോടൊപ്പം മാംസാഹാരികളും കഴിക്കുന്ന മനുഷ്യരെ പോലുള്ളവരാണ് എന്ത്, ഒമ്നിവോർ അല്ലെങ്കിൽ മിശ്രാഹാരി. അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഈ 7th സ്റ്റാൻഡേർഡിൻ്റെ ഓൾഡ് ലെസൺ ഇപ്പം നമ്മൾ പഠിച്ചില്ലേ, ആ ചാപ്റ്ററിൻ്റെ സെയിം കണ്ടന്റ് തന്നെയാണ് ഈ ഭാഗത്ത് വരുന്നത്. പിന്നെ ഈ ചാപ്റ്ററിൽ ദഹനവും ശ്വസനവും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം, ഒരു റിവിഷൻ ആവട്ടെ അല്ലേ. പോഷണം എന്ന് പറയുമ്പോൾ എന്താണ്, ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന പ്രക്രിയ, അതിനെയാണ് എന്ത് പറയുക, പോഷണം അല്ലെങ്കിൽ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജ്ജം ലഭിക്കുന്ന എവിടെ നിന്നാണ്, ആഹാരത്തിൽ നിന്നാണ് അല്ലേ. അപ്പം നാം കഴിക്കുന്ന ആഹാരത്തിന് പിന്നീട് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പോഷണത്തിന് 5 ഘട്ടങ്ങളാണ് ഉള്ളത്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. പോഷണത്തിന്, ന്യൂട്രീഷന് 5 ഘട്ടങ്ങളാണ് ഉള്ളത്. അതിൽ ആദ്യത്തെ ഘട്ടമാണ് ആഹാര സ്വീകരണം. ആദ്യത്തെ ഘട്ടമാണ് ആഹാര സ്വീകരണം അല്ലെങ്കിൽ ഇൻജഷൻ. ആഹാരം ആദ്യം എത്തുന്നത് വായിൽ വെച്ചിട്ടാണ് അല്ലേ. വായിൽ വെച്ച് പല്ലുകളുടെ സഹായത്തോടു കൂടി ആഹാരത്തിന്റെ ദഹനം സ്റ്റാർട്ട് ചെയ്യും അല്ലേ, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇനി പല്ലുകളെ കുറിച്ചാണ് പറയുന്നത്. പല്ലിന്റെ ഏറ്റവും ഉപരിതലമാണ് എന്ത്, ഉപരി പാളിയാണ് ഇനാമൽ. ശരീരത്തിലെ ഏറ്റവും കട്ടി കൂടിയിട്ടുള്ള ഭാഗമാണ് ഇനാമൽ എന്ന് പറയുന്നത്. ഇനി പാൽപ്പല്ലുകളും സ്ഥിരദന്തങ്ങളും. പാൽപ്പല്ല്, എന്ത് ഭംഗിയുള്ളൊരു ചിരിയാ അല്ലേ. പാൽപ്പല്ലുകൾ എന്ന് പറയുമ്പോൾ മിൽക്ക് ടീത്താണ്. മുകളിലും താഴെയായി 10 വീതം, ആകെ 20 പാൽപ്പല്ലാണ് ഉണ്ടാവുന്നത് അല്ലേ കുഞ്ഞുങ്ങൾക്ക്. ഏകദേശം 6 മാസം പ്രായമാകുമ്പോഴാണ് പാൽപ്പല്ല് ഉണ്ടാകാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഈ പല്ലുകളെ മിൽക്ക് ടീത്ത് അല്ലെങ്കിൽ പാൽപ്പല്ലുകൾ എന്നാണ് പറയുന്നത്. ഇനി സ്ഥിരദന്തങ്ങൾ എന്ന് പറയുമ്പോഴോ, പാൽപ്പല്ലുകൾ കൊഴിഞ്ഞു പോകും. ഏകദേശം 6 വയസ്സ് മുതൽ പാൽപ്പല്ലുകൾ കൊഴിയാനായിട്ട് തുടങ്ങും. പാൽപ്പല്ലുകൾ കൊഴിഞ്ഞു പോയതിനു ശേഷം പിന്നീട് മുളയ്ക്കുന്ന പല്ലുകളെ സ്ഥിരദന്തങ്ങൾ എന്ന് പറയും. ഇവ പൊട്ടിപ്പോവുകയോ ഇളകി പോവുകയോ ഒക്കെ ചെയ്താൽ പകരാസ്ഥാനത്ത് വേറെ പല്ല് ഉണ്ടാവില്ല. നമ്മുടെ കോഡ് ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നു കോഡ്? ഉക്കോ അഗ്ര ചർവണകം. ഉക്കോ അഗ്ര ചർവണകം. അപ്പോൾ എന്താണ് ഉക്കോ അഗ്രചർവണകം? ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ചർവണകം. 8, 4, 8, 12 അല്ലേ. മുകളിലും താഴെയായി 8 എന്താണ് ഉളിപ്പല്ലുകൾ, 4 കോമ്പല്ലുകൾ, 8 അഗ്രചർവണങ്ങളും 12 ചർവണങ്ങളുമാണ് നമുക്കുള്ളത് അല്ലേ. പിന്നെ എങ്ങനെയാണ്? മുറിച്ച് കീറി ചവച്ചരയ്ക്കുക. മുറിച്ച് കീറി ചവച്ചരയ്ക്കാൻ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ. ഓക്കെ. അപ്പം മുറിക്കുക എന്ന് പറയുമ്പോൾ ഉളിപ്പല്ലുകൾ എന്താണ്, ഭക്ഷണം മുറിക്കാനാണ് അല്ലേ, കടിച്ചു മുറിക്കാനാണ്. പിന്നെ കോമ്പല്ലാണെങ്കിൽ അല്ലെ കീറാനാണ്, ഭക്ഷണം കീറാനാണ്. പിന്നെ അതുപോലെ തന്നെ ചവച്ചരയ്ക്കാനാണ് അഗ്രചർവണകവും ചർവണകവും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ആണല്ലോ. ഇത് തന്നെയാണ് താഴെ പറയുന്നത്. നമുക്ക് നോക്കാം. ഇതാ നോക്ക്, വ്യത്യസ്ത തരം പല്ലുകൾ, ഉളിപ്പല്ലുകൾ. മുൻവശത്ത് മുകളിലും താഴെയായി 4 പല്ലുകൾ വീതമാണ് ഉള്ളത്. മുകളിലും താഴെയായിട്ട് 4 പല്ലുകൾ വീതം എന്ന് പറയുമ്പോൾ 8 4 4 വീതം 8 ഓക്കെ. ആഹാരവസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു. പിന്നെ കോമ്പല് എന്ന് പറയുമ്പോൾ എങ്ങനെയാ, ഉളിപ്പല്ലുകളുടെ സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായി 2 പല്ലുകൾ വീതമാണ് ഉണ്ടാവുക. അപ്പോൾ 2 2 എന്തായി, 4. ആഹാരവസ്തുക്കൾ കടിച്ച് കീറാനാണ് സഹായിക്കുന്നത്. കടിച്ചു മുറിക്കാനാണ് ഉളിപ്പല്ല് സഹായിക്കുന്നത്, കടിച്ചു കീറാനാണ് കോമ്പല്ല് സഹായിക്കുന്നത്. അഗ്രചർവണകം എന്ന് പറയുമ്പോൾ എന്താണ്, കോമ്പല്ലിന് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയായി 4 പല്ലുകൾ വീതം. അപ്പോൾ എത്ര 8 ആഹാരവസ്തുക്കൾ ചവച്ചരയ്ക്കാനായിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ചർവണകം എന്നാൽ മുകളിലും താഴെയായിട്ട് 6 പല്ല് വീതം. അപ്പോൾ 6 6 12. ഇനി ആഹാരവസ്തുക്കൾ ചവച്ചരയ്ക്കാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കോഡും ശരിയായില്ലേ, 8 4 8 12. ഓക്കെ, ക്ലിയർ ആയി. ഇനി ഇതേ ഈ അഗ്രചർവണകം, ചർവണകം, പ്രിമോളാറും മോളാറും, ഇതിനെ രണ്ടിനെയും കൂടെ കൂട്ടിയിട്ടാണ് എന്ത് പറയുക, അണപ്പല്ലുകൾ എന്ന് പറയുന്നത്. ഏറ്റവും അവസാനം വരുന്ന പല്ലുകളാണ് ഈ അണപ്പല്ലുകളെ. ഇനി മാംസാഹാരികളിലും സസ്യാഹാരികളിലുമായിട്ട് ജീവികളുടെ പല്ലുകളുടെ പ്രത്യേകത അവയുടെ ആഹാര രീതിയുമായി എന്തുമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇനി നമുക്ക് തന്നിരിക്കുന്നത്. നോക്കിക്കേ, മാംസാഹാരികളുടെ കോമ്പല്ലുകൾ. അപ്പോൾ കോമ്പല്ലുകൾ കൊണ്ട് ഏറ്റവും യൂസ്ഫുൾ ആർക്കാണ്? മാംസാഹാരികൾക്കാണ്. എന്തിനു വേണ്ടിയിട്ടാണ് കോമ്പല്ല് യൂസ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞില്ലേ, കോമ്പല്ല് എന്ന് പറയുമ്പോൾ ആഹാരവസ്തുക്കൾ കടിച്ച് കീറാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ മാംസാഹാരികളുടെ കോമ്പല്ലുകൾ വളരെയേറെ വികാസം പ്രാപിച്ചിരിക്കുന്നു. ഇത് നോക്കിയേ,
ഇവിടെ കണ്ടോ, 2 കോമ്പല്ലുകൾ ദ്രാംഷ്ട പോലെ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് തള്ളിയിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഇവർക്ക് എന്തിനാണ്, മാംസം കടിച്ചു കയറാൻ വേണ്ടിയിട്ടല്ലേ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ സസ്യാഹാരികളിലാണെങ്കിൽ ഉളിപ്പല്ലുകൾ ആഹാരം കടിച്ചു മുറിക്കാനും അണപ്പല്ലുകൾ ചവച്ചരയ്ക്കാനും സഹായിക്കുന്നുണ്ട്. മാംസാഹാരികൾക്ക് കോമ്പല്ല് എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞത്, മാംസം കടിച്ചു കീറാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി ദന്തക്ഷയത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ദന്തക്ഷയം എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ, കാൽസ്യം സംയുക്തം കൊണ്ട് നിർമ്മിതമായിട്ടുള്ള കാഠിന്യമേറിയ പദാർത്ഥമാണ് മാർബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാർബിൾ പോലും എന്ത് ചെയ്യുന്നുണ്ട്, ആസിഡുമായിട്ട് അല്ലേ, ആസിഡ് റെയിനൊക്കെ പെയ്യുമ്പോൾ നമ്മുടെ താജ്മഹലിനൊക്കെ കോട്ടം സംഭവിച്ചതുപോലെ തന്നെയാണ് നമ്മളുടെ ഇനാമൽ അല്ലേ, ഇനാമലിന് എന്ത് ചെയ്യുന്നുണ്ട്, അതും ഒരു കാൽസ്യം സംയുക്തമാണ്. അപ്പോൾ അത് ആസിഡുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ കാലക്രമേണ നശിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ദന്തക്ഷയം സംഭവിക്കുന്നത്. ക്ലിയർ ആയല്ലോ. ഓക്കെ. അപ്പോൾ പല്ലിനെ കേടുവരുത്തുന്ന ആസിഡ് ഏതാണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ, ലാറ്റിക് ആസിഡാണ്. ലാറ്റിക് ആസിഡ് എന്ന് പറയുന്നത് വളരെ വീര്യം കുറഞ്ഞൊരു ആസിഡാണ്, എങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, അത് പല്ലിനെ നശിപ്പിക്കുന്നുണ്ട്. ഇതവിടെ നോക്കിയേ, കാൽസ്യം സംയുക്തമായ മാർബിൾ ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ അത് ദ്രവിക്കും. അതാണ് നമ്മുടെ താജ്മഹലിൻ്റെ കേസിലൊക്കെ സംഭവിക്കുന്നത്. അതുപോലെ കാൽസ്യം സംയുക്തമായിട്ടുള്ള ഇനാമലും ലാറ്റിക് ആസിഡുമായി പ്രവർത്തിച്ച് പെട്ടെന്നൊരു ദിവസം കേടാവുകയല്ല അല്ലേ, കാലക്രമേണ പല്ലിനെ അത് ദ്രവിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദീർഘകാലം കൊണ്ടാണ് ഈ ഒരു പ്രവർത്തനം നടക്കുന്നത്. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം, രാത്രിയിലും നമ്മൾ ട്വൈസ് എ ഡേ എന്ത് ചെയ്യണം, ബ്രഷ് ചെയ്യണം എന്നുള്ളതാണ്. ഇനി അടുത്തൊരു ഭാഗത്തേക്ക് വരാം. ദന്ത സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ നാവിൻ്റെ കാര്യമാണ്. രുചി അറിയാൻ നാവിലെ സ്വാദ് മുകുളങ്ങൾ നമ്മെ സഹായിക്കുന്നുണ്ട്. കൂടാതെ തന്നെ വിഴുങ്ങാനായിട്ട് സഹായിക്കുന്നുണ്ട്. പല്ലുകൾക്ക് ചവച്ചരയ്ക്കാൻ പാകത്തിന് ആഹാരത്തെ വായ്ക്കുള്ളിൽ ചലിപ്പിക്കുന്നതും ആരാണ്, നാവാണ്. വായിൽ എന്തുണ്ട്, ഉമിനീരുണ്ട്. അപ്പോൾ ദഹന പ്രക്രിയയിൽ ഉമിനീരും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഉമിനീർ ഗ്രന്ഥികൾ കണ്ടോ, നമ്മുടെ ശരീരത്തിൽ നമുക്ക് 3 ഉമിനീർ ഗ്രന്ഥികളാണ് ഉള്ളത്. 3 ഉമിനീർ ഗ്രന്ഥികൾ, ഒരു വലിയ ഉമിനീർ ഗ്രന്ഥിയും 2 ചെറുതുമായിട്ടുള്ളതാണ്. കണ്ടോ, ഇതൊക്കെ നമുക്ക് 9th സ്റ്റാൻഡേർഡിൽ കൂടുതലായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പറയാത്തത്. 3 ജോഡി ഉമിനീർ ഗ്രന്ഥികളുണ്ട് എന്ന കാര്യം മനസ്സിലാക്കി വെക്കണേ. ഇനി ആഹാരം അന്നപഥത്തിലൂടെ എന്ന ഭാഗത്തോടെ വരുമ്പോൾ വായിൽ വെച്ച് ചവച്ചരയ്ക്കപ്പെട്ട ആഹാരം പിന്നീട് ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗത്തേക്കാണ് എത്തിച്ചേരുന്നത്, അന്നനാളം വഴി ആമാശയത്തിലേക്കാണ് എത്തിച്ചേരുന്നത് അല്ലേ. ഓക്കെ, വായ്ക്കുള്ളിൽ വെച്ച് ചവച്ചരയ്ക്കപ്പെട്ട ആഹാരം അന്നനാളത്തിലൂടെ ആമാശയത്തിൽ എത്തുന്നു. ഈ അന്നനാളത്തിന് ഏകദേശം 25 സെൻറ്റിമീറ്റർ നീളം ഉണ്ടെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു. ഇനി എന്താണ്, അന്നനാള ഭിത്തിയുടെ തരംഗ രൂപത്തിലുള്ള ചലനം കൊണ്ടാണ് ആഹാരം ആമാശയത്തിൽ എത്തുന്നത്. ഈ ചലനത്തിന് എന്ത് പറയും, പെരിസ്റ്റാൾസിസ് എന്ന് പറയും. പെരിസ്റ്റാൾസിസ്. ഇനി നോക്കിയേ, വായ്ക്കുള്ളിൽ വെച്ച് ദഹനം ആരംഭിച്ച ആഹാര പദാർത്ഥങ്ങൾ അന്നനാളം വഴി ആമാശയത്തിൽ എത്തിച്ചേരുമെന്ന് മനസ്സിലാക്കി. ആമാശയത്തിൽ വെച്ച് പോഷണത്തിന്റെ 2ാം ഘട്ടമായ ദഹനം. അപ്പോൾ ആദ്യത്തേത് ഇഞ്ചക്ഷൻ, ആഹാര സ്വീകരണമാണ്. രണ്ടാമത്തേത് എന്താണ്, ദഹനമാണ്. ദഹനം ഭാഗികമായിട്ടാണ് നടക്കുന്നത്. ആഹാര പദാർത്ഥങ്ങൾ 4 മുതൽ 5 മണിക്കൂർ വരെ അവിടെ നിലനിൽക്കും. ആമാശയഭിത്തിയുടെ തരംഗരൂപത്തിലുള്ള ചലനം, അതിനെയും പെരിസ്റ്റാൾസിസ് തന്നെയാണ് പറയുന്നത് കേട്ടോ. ആമാശയഭിത്തിയുടെ തരംഗരൂപത്തിലുള്ള ചലനം ആഹാരം കുഴമ്പ് രൂപത്തിലാക്കുന്നു. ഈ കുഴമ്പ് രൂപത്തിലാക്കിയ ഒരു ഇതിനെ എന്ത് പറയും, കൈമെന്നാണ് പറയുന്നത്. ആമാശയഭിത്തിയിൽ കാണുന്ന ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ആമാശയരസം ദഹനത്തെ സുഗമമാക്കുന്നു. ചെറിയ അളവിൽ ഹൈഡ്രോക്ലോറിക് ആസിഡും ആമാശയഭിത്തി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ത് ചെയ്യും, മാംസ്യത്തിന്റെ ദഹനത്തെ സഹായിക്കുകയും രോഗാണുക്കളെ നശിപ്പിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ആമാശയരസം ദഹനത്തെ സഹായിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആമാശയഭിത്തി ചെറിയൊരളവിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രോട്ടീൻ്റെ ദഹനത്തിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ രോഗാണുക്കളെ നശിപ്പിക്കുകയും ഒരു പരിധിവരെ രോഗാണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ആമാശയത്തിൽ വെച്ച് ഭാഗികമായി ദഹിച്ച ആഹാരം തുടർന്നുള്ള യാത്ര ചെറുകുടലിലേക്കാണ് പോകുന്നത്, പിന്നീട് ചെറുകുടലിലേക്ക്. ഇനി ആഹാരം ചെറുകുടലിലാണെങ്കിലോ എത്തുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു, മനുഷ്യന്റെ ചെറുകുടലിന് ഏകദേശം 5 to 6 മീറ്റർ വരെ നീളമുണ്ട്. പോഷണത്തിന്റെ 2ാമത്തെ ഘട്ടമായിട്ടുള്ള ദഹനം പൂർത്തിയാകുന്നതും പോഷണ ഘടകങ്ങളുടെ ആഗിരണം ആരംഭിക്കുന്നതും ഇവിടെ വെച്ചിട്ടാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, 2ാമത്തെ ഘട്ടമായിട്ടുള്ള ദഹനം പൂർത്തിയാവുന്നു. ദഹനം ആരംഭിക്കുന്നത് വായിൽ നിന്നും, പൂർത്തീകരിക്കുന്നത് ചെറുകുടലിൽ നിന്നുമാണ്. അപ്പോൾ പോഷക ഘടകങ്ങളുടെ ആഗിരണം നടക്കണം അല്ലേ. അപ്പോൾ ദഹിച്ച് ഫുൾ ഡൈജസ്റ്റ് ചെയ്ത് കഴിയുമ്പം പോഷക ഘടകങ്ങൾ അബ്സോർബ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, അപ്പോൾ ചെറുകുടലിന്റെ ആദ്യ ഭാഗത്ത് വെച്ചിട്ട് കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസവും ആഗ്നേയ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ആഗ്നേയ രസവും ഭാഗികമായി ദഹിച്ച ആഹാരവുമായി കലർന്ന് ദഹനം പൂർണ്ണമാക്കുന്നു. മനസ്സിലായോ? എന്താണ് ചെറുകുടലിന്റെ ആദ്യ ഭാഗം,
ചെറുകുടലിന്റെ ആദ്യ ഭാഗം അല്ലെങ്കിൽ പക്വാശയം എന്ന് പറയും. അപ്പൊ ഇവിടെ വെച്ചിട്ട് കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസവും ആഗ്നേയ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ആഗ്നേയ രസവും പാൻക്രിയാറ്റിക് ജ്യൂസും ഭാഗികമായി ദഹിച്ച ആഹാരവുമായി കലർന്ന് ദഹനം പൂർത്തിയാക്കുകയാണ് ചെയ്യുന്നത്. ചെറുകുടലിന്റെ ഒരു ഇമേജ് തന്നിട്ടുണ്ട്, കണ്ടോ. ഇനി ആഗ്നേയ ഗ്രന്ഥി, കരള് അതൊക്കെ നമുക്ക് തന്നിട്ടുണ്ടേ. ഇനി ഇതെങ്ങനെയാണ് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നതെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ചെറുകുടലിന്റെ ഭിത്തിയിൽ കാണുന്ന വിരലുകൾ പോലെയുള്ള സ്ട്രക്ചേഴ്സ് എന്താണ് അതിന് പറയുക? വില്ലസുകൾ. ഇത് PYQ ആണ് കേട്ടോ, വില്ലസുകൾ. അപ്പോൾ ചെറുകുടലിന്റെ ഭിത്തിയിൽ കാണുന്ന വിരലുകൾ പോലെയുള്ള സൂക്ഷ്മങ്ങളായ ഭാഗങ്ങളാണ് വില്ലസുകൾ. പിക്ചറിൽ കാണുന്നുണ്ടല്ലോ, ചെറുകുടലിന്റെ ഭിത്തിയിൽ കാണുന്ന ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സിനെയാണ് വില്ലസ് എന്ന് പറയുന്നത്. ഇവയിലൂടെയാണ് നാം കഴിക്കുന്ന ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത്. ഇതാണ് പോഷണത്തിന്റെ 3-ാം ഘട്ടം. അപ്പൊ എന്താണ്? ആഹാര സ്വീകരണം, ദഹനം, ആഗിരണം. ആഗിരണം വരെ നമ്മൾ പറഞ്ഞു. 3-ാമത്തെ ഘട്ടമാണ് ആഗിരണം. ഇനി 4-ാമത്തെ ഘട്ടം ഏതാണ്? സ്വാംശീകരണം. സ്വാംശീകരണമാണ്. എന്താണ് സ്വാംശീകരണം? രക്തത്തിൽ എത്തിച്ചേരുന്ന പോഷക ഘടകങ്ങൾ ശരീരത്തിന്റെ ഭാഗമായി മാറുന്നു. ഇതാണ് സ്വാംശീകരണം അല്ലെങ്കിൽ അസിമിലേഷൻ എന്ന് പറയുന്നത്. ഇത് പോഷണത്തിന്റെ 4-ാമത്തെ ഘട്ടമാണ്. പക്ഷെ രക്തത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള പോഷക ഘടകങ്ങൾ ശരീരത്തിന്റെ ഭാഗമായി മാറുന്ന പ്രോസസ്സിനെയാണ് അസിമിലേഷൻ അല്ലെങ്കിൽ സ്വാംശീകരണം എന്ന് പറയുന്നത്. ഇത് പോഷണത്തിന്റെ 4-ാമത്തെ ഘട്ടമാണെന്ന് ഓർത്തു വെച്ചേക്കുക. അപ്പൊ ഈ വില്ലസുകൾ ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുള്ളതാട്ടോ. അപ്പോൾ ഈ ദഹിച്ച ആഹാരത്തിൽ എന്തുണ്ടായിരിക്കും? നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത കുറേ വിസർജ്യ വസ്തുക്കൾ ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അവ എങ്ങനെയാണ് പുറന്തള്ളുന്നതെന്നാണ് ഇനി പറയുന്നത്. ദഹിച്ച ആഹാര വസ്തുക്കളിൽ നിന്ന് പോഷക ഘടകങ്ങളുടെ ആഗിരണത്തിന് ശേഷമുള്ള അവശിഷ്ടങ്ങൾ എങ്ങോട്ട് പോകും? വൻകുടലിലേക്ക് പോകും. വൻകുടൽ എന്ന് പറയുമ്പോൾ എന്താണ്? ചെറുകുടലിനെ അപേക്ഷിച്ച് അതിന് കുറച്ചും കൂടി വണ്ണം കൂടുതലാണ്. വണ്ണം കൂടുതലാണ്. അപ്പോൾ വൻകുടലിൽ വെച്ച് ദഹന അവശിഷ്ടങ്ങളിലെ ആ ജലവും ലവണങ്ങളും ആവശ്യാനുസരണം ആഗിരണം ചെയ്യപ്പെടും. മനസ്സിലായോ? അപ്പോൾ ഈ ഫുള്ളി ചെറുകുടലിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? പോഷക ഘടകങ്ങളെല്ലാം അബ്സോർബ് ചെയ്യും. പിന്നെ അതിനകത്തുള്ളത് ജലവും ലവണങ്ങളുമാണ്. അപ്പോൾ ഈ വൻകുടലിലേക്ക് എത്തുമ്പോൾ അവിടെ വെച്ചിട്ട് ദഹനാവശിഷ്ടത്തിൽ നിന്നും ജലവും ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ലവണങ്ങളും എല്ലാം അബ്സോർബ് ചെയ്യും. തുടർന്ന് മലാശയത്തിൽ സംഭരിക്കപ്പെടുന്ന ദഹനാവശിഷ്ടങ്ങൾ മലദ്വാരത്തിലൂടെ പുറന്തള്ളുകയാണ് ചെയ്യുന്നത്. ഈ പുറന്തള്ളൽ പ്രക്രിയയാണ് എന്ത് പറയുന്നത്? മലവിസർജനം എന്ന് പറയുന്നത്. ഇത് പോഷണത്തിന്റെ 5-ാമത്തെ ഘട്ടമാണ്. അപ്പോൾ വിസർജനം എന്ന് പറയുന്നതാണ് പോഷണത്തിന്റെ ലാസ്റ്റ് ഘട്ടം. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇവിടെ നമുക്ക് 5 ഘട്ടം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനാണ് തന്നിട്ടുള്ളത്. ആഹാര സ്വീകരണം, പിന്നെന്താണ് വരിക? ദഹനം. ആഹാര സ്വീകരണം, ദഹനം. പിന്നെന്താണ് വരുന്നത്? നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്. 3-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് ആഗിരണം. ആഹാരം സ്വീകരിക്കുന്നു, അത് ദഹനത്തിന് ശേഷം ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. അപ്പൊ ആ ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗത്താണ് വില്ലസുകൾ എന്ന് പറയുന്ന ഈ സ്ട്രക്ചേഴ്സിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞത്. ചെറുകുടലിന്റെ ഭിത്തിയിൽ കാണുന്ന വിരലുകൾ പോലെയുള്ള സൂക്ഷ്മമായ ഭാഗങ്ങളാണ് വില്ലസുകൾ. ഇവയിലൂടെയാണ് നാം കഴിക്കുന്ന ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത്. അപ്പൊ 3-ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് എന്താണ്? ആഗിരണമാണ്. ആഗിരണം. ആഗിരണം. 4-ാമത്തെ ഘട്ടം സ്വാംശീകരണമാണ്. അവസാന ഘട്ടമാണ് എന്ത്? വിസർജനം. വിസർജനം എന്ന് പറയുന്നത്. അപ്പൊ ക്ലിയർ ആയി? എന്താണ് ഇത്? നമുക്ക് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇങ്ങനെ ഈ ഓർഡർ തന്നിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ ഏതാണെന്ന് ഒരു UPSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആഹാര സ്വീകരണം, ദഹനം, ആഗിരണം, ആഗിരണം, അതുപോലെ ലാസ്റ്റ് ഘട്ടമാണ് വിസർജനം. വിസർജനം. ക്ലിയർ ആയല്ലോ? ഇനി മനുഷ്യന്റെ ദഹന വ്യവസ്ഥയുടെ ചിത്രീകരണം തന്നിട്ടുണ്ട്. ഇനി അത് പൂർത്തീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ള വർക്കാണ്. നമുക്കറിയാലോ, ഇപ്പോൾ കണ്ടോ, മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഏകകോശ ജീവിയായിട്ടുള്ള അമീബയിൽ നടക്കുന്ന പോഷണത്തിന്റെ ചിത്രീകരണമാണ് തന്നിരിക്കുന്നത്. ഇത് നമ്മൾ ഓൾറെഡി കണ്ടതാണ് അല്ലേ? എങ്ങനെയാണ് ആഹാരപദാർത്ഥത്തെ അമീബ സ്വീകരിക്കുന്നു, അതിന്റെ ദഹനം നടക്കുന്നു, പിന്നെയോ അത് ആ ദഹനം നടന്നതിൽ നിന്ന് അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ആഗിരണം ചെയ്യുന്നു, അത് ശരീരത്തിന്റെ ഭാഗമാകുന്നതാണ് സ്വാംശീകരണം. പിന്നീട് വിസർജനം അല്ലെങ്കിൽ പുറന്തള്ളലാണ് നടക്കുന്നത്. ഇനി ഇതേ കോഴി മുതൽ പശു വരെയുള്ള ജീവികളുടെ ദഹന വ്യവസ്ഥയാണ് നമുക്ക് തന്നിരിക്കുന്നത് കേട്ടോ. ദഹന വ്യവസ്ഥയുമായി നമുക്ക് പഠിക്കേണ്ട ഭാഗം, ആ ഒരു ദഹന വ്യവസ്ഥയെ ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ട ഭാഗം ഇവിടെ വരെയാണുള്ളത്. ക്ലിയർ ആയോ? ഇനി അങ്ങോട്ടുള്ള ഭാഗം കണ്ടോ, ശ്വസനവുമായി ബന്ധപ്പെട്ട നമ്മുടെ ഈ ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നു? മനുഷ്യ ശരീരം ഒരു വിസ്മയം, ദഹനവും ശ്വസനവും എന്നാണ്. അപ്പൊ ദഹനവുമായി ബന്ധപ്പെട്ട ഭാഗം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു.
ഓക്കെ, ഇനി അങ്ങോട്ടുള്ള ഭാഗം ശ്വസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ശ്വസന വ്യവസ്ഥ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഭാഗത്തിൻ്റെ ബാക്കിയുള്ള കണ്ടിന്യൂഷൻ പാർട്ട് ആഡ് ചെയ്തിട്ട് പഠിക്കാം. കണ്ടോ നിങ്ങൾ, ഇതിനെയും ശ്വസന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഉച്ഛ്വാസം, നിശ്വാസം, ശ്വസന പദം എന്നൊക്കെ പറഞ്ഞു തന്നിരിക്കുന്നു. അപ്പോൾ ഇത് ആ ഒരു ഭാഗത്ത് ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കാം. ഓക്കെ, ഓരോ ടോപ്പിക് വൈസ് ആണല്ലോ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇത് അത്രയും നമുക്ക് ആവശ്യമുള്ളതാണ്, വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. അപ്പോൾ ഇവിടെ വെച്ച് പോകുമ്പോൾ ആ ശ്വസന വ്യവസ്ഥ പഠിക്കുന്ന ആൾക്ക് ചിലപ്പോൾ ഈ ഭാഗം മിസ്സായി പോകും. അപ്പോൾ അതുകൊണ്ട് ഈ ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷൻ നമുക്ക് ശ്വസന വ്യവസ്ഥ എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കുമ്പോൾ അവിടെ ആയിരിക്കും ഇനി നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ 2 ചാപ്റ്റേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഏതൊക്കെയായിരുന്നു? ദഹന വ്യവസ്ഥ എന്ന ടോപ്പിക്കിൽ 7th സ്റ്റാൻഡേർഡ് ഓൾഡ് SCERTയിലെ 4th ലെസൺ അന്നപദത്തിലൂടെ, അതുപോലെ ന്യൂ SCERT 7th സ്റ്റാൻഡേർഡ് 5th ലെസൺ മനുഷ്യ ശരീരം ഒരു വിസ്മയം, ദഹനവും ശ്വസനവും. ആ ഭാഗത്ത് ദഹനം മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്. ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടോ, എങ്ങനെയൊക്കെ നിങ്ങളത് ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ഫ്രണ്ട് സർക്കിളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയാനും പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടാതെ ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. ടെലഗ്രാം ചാനലിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത SCERT സീരീസ് ഫിസിക്സിൻ്റെ റിവിഷനാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വീക്ക്ലി എക്സാംസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. ഈ അവസരങ്ങളൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വിട്ടുപോകരുത് കേട്ടോ. താങ്ക്